വീട് നിർമ്മാണത്തിനായി ലൈഫ് മിഷനിൽ അനുവദിച്ച ഭൂമിയിൽ ഇലക്ട്രിക് പോസ്റ്റ് വില്ലനായി വന്നതോടെ കാസർകോട് കോയിപ്പാടി സ്വദേശി നസീറിന്റെ ജീവിതം ദുരിതത്തിൽ. ക്യാൻസർ രോഗിയായ നസീർ കഴിഞ്ഞ 3 വർഷമായി സ്വന്തമായി വീടെന്ന സ്വപ്നം പൂർത്തിയാക്കാൻ കാത്തിരിക്കുകയാണ്. മുഖ്യമന്ത്രിക്കും വൈദ്യുതി മന്ത്രിക്കും ഉൾപ്പെടെ പരാതി നൽകിയിട്ടും നാളെ എന്നല്ലാതെ പരാതിക്ക് പരിഹാരമില്ലെന്ന് നസീർ പറയുന്നു. അപ്പോൾ ഞാനറിയാതാണ് അവർ വന്നിട്ട് ഈ ലൈൻ കട്ട് ചെയ്തിട്ട് അവർക്ക് സ്ഥലം ഇങ്ങോട്ടാക്കിയിട്ട് കൊടുക്കാമായിരുന്നു. പക്ഷെ അവർക്കെല്ലാം അനുകൂലമായിട്ടാണ് അവർക്ക് വേണ്ട രീതിയിൽ അവർ കൊടുത്തത്. എൻ്റെ ഭക്ഷണവും എൻ്റെ കുട്ടികളെയും സ്കൂളിലെ ചിലവെന്നെ കൊടുത്ത അവിടെ എല്ലാ സഹപ്രവർത്തകരും അങ്ങനെ പറഞ്ഞു. ജാതി മതമില്ലാത്തവരാണ് എന്നെ അവർ നോക്കിക്കൊണ്ടത്. ക്യാൻസറിന് അടിമപ്പെട്ടാണ് ജീവിതം. രോഗം മൂർച്ഛിച്ചതു മുതൽ പറയത്തക്ക ജോലിയുമില്ല. അതിനിടയിലാണ് വീടെന്ന സ്വപ്നത്തിന്റെ വാതിൽക്കൽ വരെ എത്തിയത്. ലൈഫ് മിഷനിൽ സർക്കാർ 3 സെന്റ് ഭൂമി അനുവദിച്ചു നൽകിയിരുന്നു. എന്നാൽ ഭൂമിയിൽ ഒരു ഇലക്ട്രിക് പോസ്റ്റ് വില്ലനായി വന്നതോടെ ആ സ്വപ്നവും പാതി വഴിയിൽ. ഇത് വെച്ചത് ഇപ്പോൾ 40,000 അടുത്തോളം ഈ ഒരു പോസ്റ്റ് ഇവിടത്തേക്ക് മാറ്റിയിട്ടിടാൻ വേണ്ടിയിട്ട് ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞപ്പാട് മന്ത്രിക്ക് നേരിട്ട് പോയിട്ട് അപേക്ഷ കൊടുത്തു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു എത്രയും പെട്ടെന്ന് ബോർഡ് മീറ്റ് കൂടിയിട്ട് പരിഗണിക്കാം. പക്ഷെ അത് ഇതുവരായിട്ട് ഒന്നും നടന്നില്ല. പോസ്റ്റ് നീക്കാൻ 10,000 വേണം. സർക്കാർ തലത്തിൽ ഇനി കാണാൻ മേലുദ്യോഗസ്ഥരില്ല. അയക്കാൻ പരാതികളോ ഇല്ല. കഴിഞ്ഞ 1.5 വർഷമായി നസീറിന്റെ ജീവിതം സർക്കാർ ഫയലുകളിലാണ്. തൊട്ടടുത്തുള്ള മന്ത്രിമാരുടെ അദാലത്ത് കഴിഞ്ഞ് ഒരു 2 മാസം മുമ്പ് അതിലും പരിഗണിക്കാമെന്ന് പറഞ്ഞു. ഈ ലൈൻ പോസ്റ്റ് മാറ്റിയാൽ എത്രയും പെട്ടെന്ന് വീട് കെട്ടണമെന്നാണ് എൻ്റെ ആശ്വാസം. ഇപ്പോൾ വീടിന് കുറ്റി അടിച്ചിട്ട് ആ കുറ്റിയെ ഇപ്പോൾ ഇവിടെ നിന്ന് കാണാറില്ല. 2019 കുറ്റി അടിച്ചത്. പക്ഷെ ആ കുറ്റിയെ ഇപ്പോൾ ഇവിടെ കാണുന്നില്ല. 2 ചെറിയ കുഞ്ഞുങ്ങളടക്കമുള്ള കുടുംബത്തിനൊപ്പം അടച്ചുറപ്പുള്ള വീട്ടിൽ താമസിക്കണമെന്നാണ് നസീറിന്റെ ആഗ്രഹം. ലഭിച്ച ഭൂമിയിൽ ഇലക്ട്രിക് പോസ്റ്റ് വില്ലനായി വന്നതോടെ ആ ആഗ്രഹങ്ങൾക്കും കോട്ടം തട്ടി. റിപ്പോർട്ടർ അർച്ചന രവീന്ദ്രൻ, ഇൻ റിപ്പോർട്ടർ, കാസർകോട്. വെങ്കി, ഒരു ഇലക്ട്രിക് പോസ്റ്റ് മതിയല്ലേ ഒരു മനുഷ്യന്റെ ജീവിതം വലിയ വിഷമത്തിലേക്ക് എത്തി? ചെറിയൊരു ഇലക്ട്രിക് പോസ്റ്റ് കാരണമാണ് എത്ര വലിയ ദുരിതം അനുഭവിക്കുന്ന ആൾക്കാർ. എന്നാൽ ഇതിനൊക്കെ പരിഹാരം ഉണ്ടായാൽ മതിയായിരുന്നു. നസീറിന്റെ ജീവിതത്തിൽ വെളിച്ചം ഉണ്ടാവണമെങ്കിൽ ഇതിലൊരു തീരുമാനം ഉണ്ടാവണം.